ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നൊരു ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമുക്ക് 1 കപ്പ് മൈദാപ്പൊടിയും 3/4 കപ്പ് കൊക്കോ പൗഡറും എടുക്കാം. നമുക്കിനി 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ളു ഉപ്പും ചേർക്കുക. എന്നിട്ടിത് 3 തവണ അരിച്ചെടുക്കുക. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് മുട്ടയുടെ വെള്ളം ഒഴിച്ചിട്ട് നന്നായി ബീറ്റ് ചെയ്യാം. നന്നായി പതഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1 കപ്പ് ഷുഗർ പൗഡർ കുറച്ചിട്ടിട്ട് ബീറ്റ് ചെയ്യാം. ഞാൻ 4 മുട്ടയായിട്ട് എടുത്തത്, അത് പറയാൻ വിട്ടുപോയതാണ്. ഇതിലേക്ക് മുട്ടയുടെ മഞ്ഞ ഒഴിച്ചു കൊടുക്കാം. 4 മുട്ടയുടെ മഞ്ഞ കുറേശ്ശെ ഒഴിച്ചിട്ട് അതും നന്നായി ബീറ്റ് ചെയ്യാം. നമുക്കിതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർക്കാം. അപ്പം ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ഡ്രൈ പൗഡർ കുറേശ്ശെ ഇട്ടിട്ട് മെല്ലെ സാവധാനം ഇളക്കുക. നമുക്ക് 1/4 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു സ്റ്റീൽ പാത്രത്തിൽ ബട്ടർ പേപ്പർ ഓയിലും കൊണ്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ആ ബാറ്റർ അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇനി ഒരു 45 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മുടെ കേക്കിന് ഡെക്കറേറ്റിന് വേണ്ടി ഞാൻ ചോക്ലേറ്റ് എടുത്ത് സ്ലൈസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് അതൊന്ന് ഇടാം. നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര സ്ലൈസ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ളത് വിപ്പിംഗ് ക്രീം എടുക്കാം. എനിക്ക് ആവശ്യമുള്ള വിപ്പിംഗ് ക്രീം അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഡബിൾ ബോയിൽഡ് മെത്തേഡ് ഈ പരിപാടികളൊക്കെ എൻ്റെ ഉമ്മ ചെയ്യണേ, അതുകൊണ്ടാണ് വീഡിയോയിൽ കാണിക്കാത്തത്. ഇനി ഞാനിവിടെ ഒരു വിവോൻ്റെ വിപ്പിംഗ് ക്രീം എടുത്തിരിക്കുന്നത്. നമുക്ക് നന്നായി ബീറ്റ് ചെയ്യാം. അപ്പോൾ 45 മിനിറ്റിന് ശേഷം നമ്മുടെ കേക്ക് അടിപൊളി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് കൊട്ടി നോക്കാം. ഇനി ആ ബട്ടർ പേപ്പറും കൂടി നമുക്കൊന്ന് എടുക്കാം. അപ്പോൾ ഞാൻ ഈ കേക്ക് 4 ലെയറായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ലെയറിലും ഷുഗർ സിറപ്പ് തേക്കാം. ഈ സിറപ്പ് ഞാൻ ചെയ്തത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയ്ക്ക് 1 ടേബിൾ സ്പൂൺ വാട്ടറാണ്. അപ്പോൾ നമുക്ക് ഓരോ ലെയറിലും ക്രീം തേച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ കേക്ക് മൊത്തം ക്രീം തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അപ്പോൾ നമ്മൾ ഉരുക്കി വെച്ച നമ്മുടെ ചോക്ലേറ്റ് സിറപ്പ് നമുക്ക് കേക്കിന് മുകളിൽ കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഒന്നുകൂടി ഒരുക്കിയെടുത്തതാണിത്. എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകൾക്കൂടെ ഇങ്ങനെ ഞാൻ ചെയ്യണമാതിരി ഡിസൈൻ ചെയ്യാം. ഇനി അത് ഉണങ്ങിയതിന് ശേഷം ഞാൻ 3 പൂക്കൾ അതിൻ്റെ സൈഡുമായിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചോക്ലേറ്റ് സ്ലൈസ് ചെയ്ത് കൊടുത്തത് ഇതിൻ്റെ മുകൾക്കൂടെ ഒന്ന് വിതറുന്നുണ്ട്. ഞാൻ വൈറ്റ് ചോക്ലേറ്റ് വിതറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡിയായി. അപ്പോൾ എൻ്റെ കേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഞങ്ങളുടെ കുട്ടി ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ.